മായാത്ത മന്ത്രമേ നദിയായി നിറഞ്ഞുവാ നീ എന്റെ കിനാവിലാ. അതേടാ, ഷീസ് മൈ വൈഫ്. ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. ഇവിടെ ഈ നിൽക്കുന്ന ശിവാംഗി, ഇവൾ ശിവാംഗി വിശ്വനാഥ് അല്ല, ശിവാംഗി മാനവ് മഹാദേവ് വർമ്മയ. മനസ്സിലായല്ലോ എല്ലാത്തിനും. ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് നിങ്ങളോടൊന്നും ഇത് പറയാതിരുന്നത്. നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ, നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ ഇനിയും ഇറങ്ങി വാടി ഇങ്ങോട്ട്. നോവല്ലേ അകലെ കനവിനരികെ. മാനവ് അവളെ വിട്. മാനവ്, ഞാൻ പറയുന്നത് കേക്ക്. നീ പ്ലീസ് എന്നെ വിട്, എന്റെ കൈ വേദനിക്കുന്നു. അല്ല മക്കളെ, നിങ്ങൾ എന്താ ഇത് നേരത്തെ വന്നോ? മാനവ്, എന്താ ഇത്? അവളുടെ കൈ വിട്ടേ. എന്റെ കൈന്ന് വിടടി. മാറിപ്പോടി കോപ്പേന്റെ മുമ്പിന്ന്. മാനവ്, ഞാൻ നിന്റെ കൈന്ന് വിടാനോ? ഞാൻ നിന്റെ ഭാര്യയാ. നീ അത് പലപ്പോഴും മറക്കുന്നു. നിർത്തടി പുല്ലേ. എന്റെ ഭാര്യ എന്ന് പറയുന്നത് നീ നിർത്തുന്നുണ്ടോ? നോക്കി, ഇവള് ഈ ശിവാംഗി, ഇവളാ എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. ഇവളുടെ മോഹസല്ലാപം തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ഞാൻ പറഞ്ഞത് സത്യവാ. നിന്റെയും എന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. നീ ഈ വീട്ടിൽ നിൽക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ, എല്ലാവർക്കും പറയാൻ ഇതേ കാണത്തുള്ളൂ. ദിയ, സത്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. നിങ്ങളുടെ കല്യാണത്തിന്റെ അന്നാ നീ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയത്. ആ പോന്ന പോക്കി നിനക്ക് ആക്സിഡന്റുമായി, നിന്റെ മെമ്മറീസും ലോസ് ആയി. എന്ന് വെച്ചാ നിനക്ക് മാനവനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്ന സമയത്തെ കാര്യങ്ങൾ മാത്രമേ നിനക്ക് ഓർമ്മയുള്ളായിരുന്നു. പിന്നെ നീ കൂടെ പോയവനെ ഞങ്ങൾ പോയി കണ്ടിരുന്നു നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷെ അവനിനി നിന്നെ ആവശ്യമില്ല, നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. നീ ഈ വീട്ടിലെ കുട്ടിയല്ലേ. അതുകൊണ്ടാ ഡിസ്ചാർജ് ആയ ഉടനെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ നിന്റെ പിന്നത്തെ പെരുമാറ്റം മുഴുവൻ മാനവന്റെ ഭാര്യ എന്ന രീതിയിലായിരുന്നു. സത്യമൊക്കെ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ പരമാവധി നോക്കിയതാ. പക്ഷെ ആ ഒരു ടൈമിൽ നടന്നില്ല. അത് നിനക്ക് അന്നൊരു ദിവസം തലകറക്കം ഉണ്ടായി നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞങ്ങളായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നീ അറിയുന്നതെങ്കിൽ നിന്റെ ഹെൽത്തിനെ അത് ബാധിക്കുമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിന്റെ അഡ്വൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ആരും ഒന്നും പറയാതിരുന്നത്. അത് മാത്രമല്ല ദിയ, നീ മാനവേട്ടന്റെ മുമ്പിൽ ഒരു ഭാര്യയായിട്ട് നിൽക്കുമ്പോ അതെല്ലാം കണ്ട് മനസ്സ് തുറന്ന് നിന്നവളാ ശിവ. 18 വയസ്സുള്ളപ്പോഴാണ് അവൾ മാനവേട്ടന്റെ ലൈഫിലോട്ട് കടന്നു ചെല്ലുന്നത്. ആ സമയം തൊട്ട് അവൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ മറ്റാരും അറിയാതിരിക്കാൻ അവൾ എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. പിന്നെ നീ ഒളിച്ചോടി പോയിട്ട് നിന്നെ ആരും തിരക്കി വരാതിരുന്നത് എന്താ നിനക്കറിയോ? മാനവേട്ടന്റെ ജാതകം നോക്കിച്ച സമയത്ത് 23-ാം വയസ്സിൽ തന്നെ മാനവേട്ടന്റെ കല്യാണം നടക്കണമെന്നായിരുന്നു ജാതകത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ടാ നിന്നെ അന്ന് തിരക്കി വരാതെ കൊണ്ട് ആ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങൾ ആ വിവാഹം നടത്തിയത്. ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ ദിയ, നീ മാനവേട്ടന്റെ ഭാര്യയല്ല. അത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. പിന്നെ അതിനൊപ്പിച്ച് ഞങ്ങൾ തുള്ളിയത് എന്താന്ന് നിനക്ക് മനസ്സിലായല്ലോ, നിന്റെ ഹെൽത്ത്. അതോർത്ത് മാത്രമാ. പക്ഷെ ഇനി മിണ്ടാതിരിക്കാൻ വയ്യ ഞങ്ങൾക്ക്. ഞങ്ങളും കണ്ടോണ്ടിരിക്കുവല്ലേ ഓരോന്നും. ഒന്നും നിർത്തി മാനു, എനിക്കെന്റെ തല വേദനിക്കുന്നു. അയ്യോ മോളെ ദിയ. ഡോക്ടർ, ഇപ്പൊ ദിയക്ക് എങ്ങനെയുണ്ട്? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സച്ചു, ഞാൻ നിങ്ങളോട് അപ്പഴേ പറഞ്ഞതല്ലേ നിങ്ങളായിട്ട് അവളോടൊന്നും പറയണ്ടെന്ന്. ഇനിയിപ്പോ ആ കുട്ടി കണ്ണു തുറന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങള് ദൈവത്തോട് പ്രാർത്ഥിക്ക്.
ഹലോ സച്ചു, അവക്കിപ്പോ എങ്ങനുണ്ട്? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവള് കണ്ണു തുറന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. അല്ല, നീ ശിവയോട് സംസാരിച്ചോ? ഇല്ലടാ, ഞാൻ അവളോട് സംസാരിച്ചില്ല. ദാ ഇപ്പൊ സംസാരിക്കാൻ പോവായിരുന്നു. അതിനു മുമ്പ് നിങ്ങളെ വിളിച്ച് കാര്യം തിരക്കാന്ന് വെച്ചു. അതേടാ, ഷീസ് മൈ വൈഫ്. ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ്. ഇവിടെ നിൽക്കുന്ന ഓരോ തോമാരും കേൾക്കാൻ വേണ്ടി പറയുക. ഈ നിൽക്കുന്ന ശിവാംഗി, ഇവൾ ശിവാംഗി വിശ്വനാഥ് അല്ല, ശിവാംഗി മാനവ് മഹാദേവ് വർമ്മയ. മനസ്സിലായല്ലോ എല്ലാത്തിനും? ശിവ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ശിവ, അവിടെ നിക്ക്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പോ. എന്താടാ ശരിക്കും നമ്മുടെ ഇടയിലെ പ്രശ്നം? എനിക്ക് ഒന്നാതെ വയ്യ. ആ കൂട്ടത്തിൽ നിങ്ങളും കൂടെ ഓരോ ചോദിക്കാനാണെങ്കിൽ എനിക്ക് വയ്യ. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? ശിവ പ്ലീസ്. മിണ്ടരുത് മാനവേട്ട. നിങ്ങളുടെ തീയെ ഇഷ്ടമാണ് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ള കാര്യമാ. പിന്നിപ്പോ എന്തിനാ എല്ലാവരുടെ മുമ്പിൽ എന്നോട് ഇഷ്ടമുള്ളത് പോലെ അഭിനയിക്കുന്നത്? ശിവ, നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് അവളെ ഒരിക്കലും നീ കരുതുന്ന രീതിയിലല്ല ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളേ. ഓ, പിന്നെ ഏത് രീതിയിലാ ഇഷ്ടമാ? മാനവേട്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് അവളെ ഇഷ്ടമല്ല, നിങ്ങൾ അവളെ കല്യാണം കഴിക്കണ്ടെന്നുള്ള കാര്യം. ഞാൻ എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നെന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? ശിവ, എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം. അതുകൊണ്ടാ ഞാനന്ന് നിന്നോട് നീ അത് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടതും ഒക്കെ. പിന്നെ നിന്നോടുള്ള ദേഷ്യത്തിലാ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചതും. എന്നോടുള്ള ദേഷ്യത്തിനാ കല്യാണത്തിന് സമ്മതിച്ചേ അല്ലേ? എന്തിനാ മാനവേട്ട പിന്നെ എന്നോട് ഈ കള്ളം പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞ കാര്യമാ. അത് ദിയ അല്ലെന്ന് മാത്രം എന്നോട് പറയരുത്. ശിവ, നീ കരുതി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് ഒരു പെൺകുട്ടിയുമായിട്ടും ഇഷ്ടമില്ലായിരുന്നു. ഈ ദിയെ പോലും. ദിയക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവള് നേരെ വീട്ടുകാരുമായിട്ടാ സംസാരിച്ചത്. അവളുടെ സങ്കടം സഹിക്കാൻ വയ്യാതാണ്ട അമ്മയൊക്കെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ജോൾസിനെ പോയി കണ്ട സമയത്തും അയാളും പറഞ്ഞു 23-ാമത്തെ വയസ്സിൽ തന്നെ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ജന്മം എനിക്ക് മംഗല്യയോഗമില്ലെന്ന്. അതുകൊണ്ട് അവളുമായിട്ടുള്ള കല്യാണത്തിന് വീട്ടുകാരും സമ്മതിച്ചത്. പിന്നെ എന്ത് കാരണത്താൽ അവൾ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് ആ സമയത്തും അറിയില്ലായിരുന്നു. അന്ന് തന്നെ കല്യാണം നടക്കണമെന്നുള്ളത് കൊണ്ടാ വീട്ടുകാര് നമ്മുടെ കല്യാണം നടത്തിയത്. ശിവ, നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ ദിയ കേറി വന്നത്. ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇവിടം വരെയായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതോടെ നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശിവ. നിങ്ങളുടെ 2 പേരുടെയും നടുക്ക് കടന്ന് തീ തിന്നുന്ന മുഴുവൻ ഞാനാ. അവൾ എന്റെ അടുത്ത് നിൽക്കുമ്പോ നിനക്ക് വിഷമാവുന്നത് കാണുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളെ 2 പേരെയും പരസ്പരം കണ്ട് നീ സങ്കടപ്പെട്ടു പോകുന്നത് എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ? നിന്നെക്കാളും ഒരു 100 ഇരട്ടി വേദനിച്ചത് ഞാനാ. എന്റെ മനസ്സ് കാണാനൊന്നും ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. ഞാൻ എന്റെ കാര്യം ഇനി ആരോടാ ശിവ പറയേണ്ടത്? അപ്പൊ നിങ്ങൾ സച്ചുവേട്ടനോട് പറഞ്ഞതോ ദിയനെ ഇഷ്ടമാണ്? അതെന്തിനായിരുന്നു? ശിവ, അത് ഞാൻ പറയാം. മാനവ്, നീ അവളെ ഉപേക്ഷിക്കില്ലല്ലോ? എടാ എനിക്ക് ദിയെ ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊരിക്കലും നിങ്ങൾ ആരും കരുതിയ രീതിയിലായിരുന്നില്ല. വീട്ടുകാർ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതിരുന്ന സമയത്താ ശിവ ഞാനുമായിട്ട് വന്ന് ഉടക്കൊണ്ടാക്കിയത്. അവളോടുള്ള ദേഷ്യത്തിനാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതും. പിന്നെ ഇപ്പൊ എന്റെ മനസ്സിൽ ശിവ മാത്രമേ ഉള്ളൂ. അവള് കഴിഞ്ഞിട്ടേ ഉള്ളടാ എന്റെ മനസ്സിൽ വേറെ ആർക്കും സ്ഥാനം. പക്ഷെ മാനം, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണോ നീ എന്റെ ശിവയോട് ഇങ്ങനെ പെരുമാറുന്നത്? നിനക്കറിയാലോ ശിവയുടെ സ്വഭാവം എന്താന്ന്.
ആരെങ്കിലും അവളുടെ തല്ലുകൊളുത്തരത്തിന് കൂട്ടു നിൽക്കാനുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവളെ എല്ലാ കാര്യത്തിലും ഉഴപ്പായിരിക്കും. കാണുന്നവരോടൊക്കെ വഴക്ക് കൂടി, നിനക്കറിയാവല്ലോ. പിന്നെ അവൾക്ക് ആകെ ഇച്ചിരി പേടിയുള്ളത് എന്നെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവളോട് വലിയ സ്നേഹത്തിലൊന്നും പെരുമാറാതിരുന്നത്. എന്ന് കരുതി അവളെ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല അതിന്റെ അർത്ഥം. അവൾ ഓരോ വട്ടം കരയുമ്പോഴും എന്റെ ചങ്കാടാ പൊട്ടുന്നേ. അവളെ പോയി ആശ്വസിപ്പിക്കണമെന്നും ചേർത്ത് നിർത്തണമെന്നും ഒക്കെ എനിക്കും ഉണ്ട് ആഗ്രഹം. പക്ഷെ എനിക്ക് ദിയയുടെ കാര്യം നോക്കണ്ടേ. എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. ദിയയുടെ കാര്യവും നമ്മൾ നോക്കണമെടാ. ഡോക്ടർ പറഞ്ഞ കാര്യവും നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ ഇനി എന്തായി തീരുമെന്ന് എനിക്കും അറിയത്തില്ല. വേണ്ടിടത്ത് വെച്ച് നമുക്ക് നോക്കാം. സച്ചു, നിനക്ക് ഞാൻ ഇപ്പൊ ഒരു വാക്ക് തരുക. ഇനി എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശിവയെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും പോവില്ല. ഈ മാനവിനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ പെങ്ങള് ശിവയുടെ കൂടെ മാത്രമായിരിക്കും. ഇത് മാനവിന്റെ വാക്കാ. ശിവ, ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ച സമയത്ത് എന്റെ മനസ്സിൽ ഒരു കാര്യമേ വന്നുള്ളൂ. നിനക്ക് അവളോട് ദേഷ്യമായതുകൊണ്ടാ നീ ഞങ്ങളുടെ കല്യാണം തടയുന്നേന്ന്. ഒന്ന് നിർത്ത് മാനവേട്ടാ. നിങ്ങളല്ലേ തന്നെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് ദിയയോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാ. പക്ഷെ ഞാൻ ഈ കല്യാണം തടയാൻ നോക്കിയത് അതുകൊണ്ടൊന്നും അല്ല. ശിവ നീ എന്തീ പറയുന്നേ? പിന്നെ ഏത് കാരണത്താലാ? എനിക്ക് നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ട്. Rabba